വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതുണ്ടാക്കാനായിട്ട് ഒരുപാട് ചേരുവകളുടെ ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അതുപോലെ തന്നെ കുറേ കാലം സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് നമ്മൾ പൊടികൾ അരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ ഇതിലേക്ക് 1.5 കപ്പ് വറുത്ത നല്ല ഫൈനായിട്ടുള്ള അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അരിപ്പൊടി വറുത്തതോ വറക്കാത്തതോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് കടലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പൊട്ടുകടലയാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. വറുത്ത കടലയാണിത്. അത് ആദ്യം തന്നെ മിക്സറിൻ്റെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. പൊട്ടുകടല കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നിലക്കടല വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് അരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അരിച്ച് ചേർത്ത് കൊടുക്കുന്നത് കടലപ്പൊടിയിൽ ചെറിയ ചെറിയ കട്ടകൾ കാണും. അതുപോലെ തന്നെ നമ്മളെ പൊട്ടുകടല പൊടിച്ചപ്പോൾ ചിലപ്പോൾ തരികൾ കാണാൻ സാധ്യതയുണ്ട്. അതൊന്ന് മാറ്റിയെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അരിച്ച് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. എരിവിനായിട്ട് 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും നല്ലൊരു കളർ കിട്ടാനായിട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ കറുത്ത എള്ളും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഏകദേശം 3/4 ടീസ്പൂണോളം ഉപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എണ്ണ ഞാനിവിടെ റിഫൈൻഡ് ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. എല്ലാം കൂടെ ആദ്യം നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കൈ ഉപയോഗിച്ച് നല്ലപോലെ തന്നെ ഒന്ന് ഞെരടി യോജിപ്പിച്ച് കൊടുക്കാം. എണ്ണ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ എത്താൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. ഈ ഒരു രീതിക്ക് നല്ല പോലെ തന്നെ യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം കുറച്ച് കുറച്ചായി ചേർത്ത് നമുക്ക് കൂട്ട് കുഴച്ചെടുക്കാം. സാധാരണ വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ചൂടുവെള്ളമൊന്നല്ല. 1 കപ്പ് വെള്ളം എടുത്തു, അതിൽ നിന്ന് കുറച്ച് കുറച്ചായി ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാം. 1 കപ്പ് മുഴുവനായിട്ടും ആവശ്യമായിട്ട് വന്നില്ല. ഏകദേശം 1 ടേബിൾ സ്പൂണിലൊക്കെ വെള്ളം ബാക്കിയായിട്ട് വന്നിരുന്നു. അത് നിങ്ങൾ നോക്കി നോക്കി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതാ കൂട്ട് ഇവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതിന് റെസ്റ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾക്കിപ്പോൾ തന്നെ ഇത് പരത്തിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഈ പലകയിലേക്ക് നല്ലപോലെ തന്നെ എണ്ണയൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. പൊടിയൊന്നും നമ്മൾ ആക്കണില്ല, എണ്ണ തടവി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പലകയിലേക്കും അതുപോലെ തന്നെ കോലിലേക്കും ഇതുപോലെ എണ്ണയൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടി സഹായിക്കും. ഇതുപോലെ ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഉരുളി എടുത്തിട്ട് നമ്മളിത് പരത്തിയെടുക്കാനാണ് പോകുന്നത്. ഇതുപോലെ നന്നായിട്ട് തന്നെ പരത്തിയെടുക്കാം. നമുക്ക് ഒരുപാട് നേരത്തൊന്നും ഇത് പരത്തിയെടുക്കാൻ വേണ്ടി പറ്റില്ല, പൊട്ടിപ്പോകും. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. എണ്ണ തടവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പറ്റിപ്പിടിച്ച് നിൽക്കും. ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം ഒരു ഫോക്ക് ഉപയോഗിച്ച് എല്ലാ ഭാഗത്തേക്കും നല്ലപോലെ ഒന്ന് കുത്തി കൊടുക്കുക. നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ അങ്ങനെ പപ്പടം പോലെ പൊന്തി വരാതെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫോക്ക് ഉപയോഗിച്ച് ഇതുപോലെ കുത്തി കൊടുക്കുന്നത്. അതിനുശേഷം ഇതുപോലെ കട്ടർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രം ഉപയോഗിച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഷേപ്പ് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ക്വയർ ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്താൽ പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് എങ്കിൽ മാത്രമേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ കളറൊക്കെ പെട്ടെന്ന് മാറും, ഉള്ളോളം നല്ല ക്രിസ്പി ആയിട്ട് വരില്ല. ഇതുപോലെ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും എണ്ണയുടെ മുകളിലേക്ക് ഇത് പൊങ്ങി വരും. അപ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇട്ടപാടന്നെ അത് തൊടാനൊന്നും നിൽക്കണ്ട. അതുപോലെ എണ്ണയുടെ മുകളിലേക്ക് പൊന്തി വന്നതിന് ശേഷം മാത്രം നമുക്കിത് മറിച്ചിട്ട് കൊടുത്താൽ മതി. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ് ഇത്. നമുക്ക് കുറേ കാലം സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ സ്റ്റോർ ചെയ്താൽ മതി. ഒട്ടും തന്നെ എണ്ണപ്പറ്റൊന്നും ഇല്ലാത്ത നല്ലൊരു പലഹാരമാണ്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുക. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.